ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുരാതിരനാദിശ്ച ഗുരു പരമദൈവതം ഗുരുപരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ നമസ്കാരം. ഇന്ന് ആത്മോപദേശ ശതകം കൃതിയിലെ 58ാമത് ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത്. നവനവമിന്നലെ ഇന്നു നാളെ മറ്റേ ദിവസമിതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതമെണ്ണിയളന്നിടുന്നതെല്ലാം ഭ്രമമൊരു ഭേദവുമില്ലറിഞ്ഞിടേണം. നവനവമിന്നലെ ഇന്നു നാളെ മറ്റേ ദിവസമിതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതമെണ്ണിയളന്നിടുന്നതെല്ലാം ഭ്രമമൊരു ഭേദവുമില്ലറിഞ്ഞിടേണം. ആദ്യം നമുക്ക് അന്വയാർത്ഥം പഠിക്കാം. നവനവം, നവം എന്നാൽ പുതിയത്, പുതിയതായ ജീവിതാനുഭവങ്ങൾ, അതാണ് നവനവം. മറ്റേ ദിവസം, മറ്റേ ദിവസം എന്ന് പറയുമ്പോൾ മറ്റന്നാൾ. ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലെയും ഇന്നും നാളെയും, സാധാരണ നമ്മൾ പറയില്ലേ ഇന്നലെയും ഇന്നും നാളെയും. ഇതിങ്ങനെ ഈ രീതിയിൽ കാലത്തെ തിരിച്ച് തിരിച്ച് ചിന്ത ചെയ്തിടാതെ, ചിന്തിക്കാതെ, ആലോചിക്കാതെ, ഇന്നലെയെന്നോ ഇന്നെന്നോ നാളെയെന്നോ അങ്ങനെ ആലോചിക്കാതെ എണ്ണി അളന്നിടുന്നതെല്ലാം അവിരതം. അവിരതം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി, ഇടതടവില്ലാതെ എണ്ണി അളന്നിടുന്നതെല്ലാം, എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി അറിയുന്നതെല്ലാം ഭ്രമം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭ്രമം. ഇതൊക്കെ ഭ്രമം മാത്രമാണ്, നമ്മളുടെ തോന്നൽ മാത്രമാണ്, ഒരു ഭേദവുമില്ല. കാലത്തിൻ്റെ വാതിൽ അല്ലെങ്കിൽ കാലത്തിൻ്റെ പൊരുൾ, കാലത്തിൻ്റെ പൊരുൾ ഒന്നു മാത്രമാണ്. അത് നമ്മൾ അറിഞ്ഞിടണം. ഈ രീതിയിൽ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കണം. പുതിയത് നമുക്ക് ലഭിക്കുമ്പോൾ പഴയതിനെ നമ്മൾ കളയുന്നു, തള്ളിക്കളയുന്നു. നമ്മുടെ ഒരു ശീലമാണ്. പുതിയതായിട്ട് എന്തെങ്കിലും നമുക്ക് ലഭിച്ചാൽ പഴയതൊക്കെ നമ്മൾ അങ്ങ് മാറ്റിവെക്കും. ഇതൊരു പൊതു സ്വഭാവമാണ്. പുതിയതിനെക്കുറിച്ചും പഴയതിനെക്കുറിച്ചും എന്തടിസ്ഥാനത്തിലാണ് നാം വിലയിരുത്തുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. യഥാർത്ഥത്തിൽ പുതിയതെന്നോ പഴയതെന്നോ ഒന്നില്ല. നമുക്ക് പ്രയോജനമായതിനെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ പുതിയതിനും പഴയതിനും സ്ഥാനമില്ല. നമുക്ക് എന്താണോ പ്രയോജനപ്പെടുന്നത്, നമുക്ക് എന്തുകൊണ്ടാണോ പ്രയോജനപ്പെടുന്നത്, അതിനെ നമ്മൾ തിരഞ്ഞെടുക്കാറാണ് പതിവ്. പുതിയതാണ് ഉത്തമം എന്ന് കരുതിക്കൊണ്ട് പുതിയത് തിരഞ്ഞെടുത്താൽ അത് പ്രയോജനപ്രദമല്ലെങ്കിൽ നമ്മുടെ തീരുമാനം തെറ്റിപ്പോകും. ശരിയല്ലേ? പലപ്പോഴും നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട്. പുതിയത് എന്തെങ്കിലും നമുക്ക് കിട്ടിയാൽ നമുക്ക് പ്രയോജനപ്രദമായി നമ്മുടെ ഉപയോഗത്തിലിരിക്കുന്ന പല സംഗതികളും നമ്മൾ വേണ്ടെന്ന് വയ്ക്കാറുണ്ട്. എന്നിട്ട് പുതിയതിൻ്റെ പുറകെ പോകും. പക്ഷേ ചില സമയങ്ങളിൽ പുതിയത് നമുക്ക് പ്രയോജനപ്പെടാറില്ല. പ്രയോജനത്തിലാണ് ഇവിടെ പ്രാധാന്യം എന്ന് പറയുന്നത്. പ്രയോജനത്തിനാണ്, കാലബോധത്തിലാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. ഇന്നലെ എന്ന് പറയുമ്പോൾ അതൊരു കാല ഇളവാണ്. ഇന്നലെ അത് സംഭവിച്ച് കഴിഞ്ഞു. ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ
സംഭവിച്ചതെല്ലാം നമ്മുടെ ഓർമ്മയിൽ മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ. അതൊരു അനുഭവമായി നമുക്ക് വരുന്നില്ല. ആ അനുഭവം നമുക്ക് തിരിച്ചു വരുന്നില്ല. ഇന്നലെ നമ്മൾ അനുഭവിച്ചത് നമുക്ക് തിരിച്ചു വരുന്നില്ല. നമുക്ക് ഓർത്ത് നമ്മൾ അതിൻ്റെ രസം അനുഭവിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നലത്തേതിനേക്കാൾ ഇന്ന് നമുക്ക് അനുഭവ സുഖമുണ്ട് എന്നർത്ഥം. ഈ അനുഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് വരാനിരിക്കുന്നതിനെക്കുറിച്ച് നാം സ്വപ്നം കാണുന്നത്. ഇവിടെ ഗുരു പറയുന്നത് ഇന്നലെയെന്നും ഇന്നെന്നും നാളെയെന്നും പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ഭ്രമചിന്തകളെന്നാണ്, അല്ലെങ്കിൽ ഭ്രമചിന്തകളാണെന്നാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നതെല്ലാം ഭ്രമചിന്തകളാണ്. ചുരുക്കി പറഞ്ഞാൽ കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ സംഗതികളെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ ഭ്രമചിന്തകളാണ്. ഈ ഭ്രമചിന്തയിൽ വീണു പോകുന്നത് അറിവിൻ്റെ അഭാവം കൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിനെ അറിവിലേക്കുയർത്തണം. കേവല ചിന്തയിൽ നിന്ന് ഉണരണം. അറിവിന് കാലഘട്ടമില്ല. ഇന്നലെയെന്നോ അല്ലെങ്കിൽ ഇന്നെന്നോ നാളെയെന്നോ അറിവിന് വ്യത്യാസമില്ല. ഇതറിയുന്ന ജ്ഞാനി മരണത്തിൽ നിന്ന് നമ്മെ വലിച്ചിഴയ്ക്കുന്ന കാലത്തിൻ്റെ പിടിയിൽ നിന്നും പുറത്തു കടക്കും. നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ദിവസവും ഗ്രൂപ്പിൽ വരിക, ആലപിക്കുക. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്കൊന്നുകൂടി ആലപിക്കാം. നവനവമിന്നലെ ഇന്നു നാളെ മറ്റേ ദിവസമിതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതമെണ്ണിയളന്നിടുന്നതെല്ലാം ഭ്രമമൊരു ഭേദവുമില്ലറിഞ്ഞിടേണം.